വരും കാലത്ത് അങ്ങയുടെ ഒരു പ്രതീക്ഷ എന്താണ് ഈ വിജയിൽ? കാര്യം എന്തായാലും അങ്ങനെ ഇതുവരെ കുറെ അത്ഭുതങ്ങൾ ഉണ്ടാക്കി, ഇലക്ഷൻ വിജയ് ഉൾപ്പെടെ. പ്രതീക്ഷയെ കുറിച്ച് പറയുമ്പോൾ വിജയുടെ സത്യപ്രതിജ്ഞ, ആ പ്രതിജ്ഞാ വാചകം അദ്ദേഹം ചൊല്ലിയത് ഒരു തമിഴ് സിനിമയിലെ ഡയലോഗ് റെൻഡറിങ് പോലെയായിരുന്നു. അവിടെയാണ് മറ്റേ ഗവർണർ പറഞ്ഞത്. മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ വന്നപ്പോൾ ഗവർണർ പറഞ്ഞു അതൊന്നും വേണ്ട. പക്ഷെ ആ ആവേശം, ആ സിനിമയുടെ ഹാങ് ഓവർ എന്നൊക്കെ വിജയ് മുക്തനായി വളരെയേറെ ബച്ചുകരായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ്. അതല്ല, നിയമസഭയിലൊക്കെ വളരെ കെയർഫുൾ ആയിട്ടാണ് സംസാരിക്കുന്നത്. ശ്രദ്ധിച്ചപ്പോ അപ്പൊ അവിടെയാണ് നമുക്ക് പ്രതീക്ഷ അവിടെയൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ പോക്കറ്റിലേക്ക് ഒരു ഡയലോഗ് ചെയ്യാൻ പ്രതീക്ഷ. അതൊന്നുമല്ല, അദ്ദേഹത്തിന് പ്രത്യയശാസ്ത്രപരമായ ഭാരമൊന്നുമില്ലാതെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കടപ്പാടൊന്നുമില്ലാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു. അതെങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം, രാഷ്ട്രീയമായ പക്വത എങ്ങനെ ആർജിക്കണം എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്ന നേതാവായിട്ടാണ് വിജയെ ഞാൻ ഇപ്പോൾ കാണുന്നത്. ഇത്രയും കാലത്തിനിടയ്ക്കും ഇതുവരെയായിട്ടും ജനങ്ങൾക്കിടയിൽ നിന്ന് ദളപതി മാറെന്ന് പറഞ്ഞൊരു ഒരു സമരമോ ഒരു പ്രക്ഷോഭമോ ഒരു വലിയ സംഭവമോ അവിടെ ജനങ്ങൾക്കിടയിൽ നിന്ന് വന്നിട്ടില്ല. പ്രതിപക്ഷ പാർട്ടി എന്ന് പറഞ്ഞതല്ലാതെ ജനങ്ങൾക്കിടയിൽ നിന്ന് ഈ സർക്കാർ വേണ്ട, രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ സെക്രട്ടറിയുടെ നടയിൽ കിടക്കുമ്പോഴത്തെ സംഭവങ്ങളൊന്നും തമിഴ്നാട്ടിൽ അങ്ങനെ ജനങ്ങൾക്കിടയിൽ നിന്ന് അങ്ങനെ വന്നില്ല. അതായത് ജനകീയ സർക്കാരായിട്ട് തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഈ വിജയുടെ ജൻസികളുമായിട്ടുള്ള ഇടപെടലിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കാരണം ഈ വാഴ സിനിമയില് ചെറുപ്പക്കാരിൽ ഒരാൾ കള്ളുപിടിച്ചോണ്ടിരിക്കുമ്പോൾ മറ്റേ ആളത്ത് പറയുന്നത് നീ പോടാ വൃദ്ധ എന്ന്. നമ്മൾ അഡ്രസ് ചെയ്യുന്ന തലമുറ ആരാണ്? വൃദ്ധരായ രാഷ്ട്രീയ നേതാക്കന്മാർ പറഞ്ഞ മാനസിക ഭാവം കൊണ്ട് കൂടിയാണ് അവർ ജൻസി അഡ്രസ് ചെയ്യുന്നില്ല, അവരെ കേൾക്കുന്നില്ല, അവർക്ക് ഒരു പ്രതീക്ഷ കൊടുക്കാൻ കഴിയുന്നില്ല. ആ പ്രതീക്ഷരാഹിത്യത്തിന്റെ കാലത്താണ് ഇദ്ദേഹം വന്ന് ചെറുപ്പക്കാരോട് സംസാരിക്കുന്നത്. ഇപ്പോൾ വിശാൽ ഒരു ഗംഭീരമായ പോസ്റ്റ് എഴുതുന്നുണ്ട്. അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു ജഡ്ജി വോട്ട് ചെയ്തതിന്റെ കാരണം അദ്ദേഹത്തിന്റെ കൊച്ചുമകൻ വന്ന് പറഞ്ഞു വിജയ്ക്ക് ഈ വർഷം വോട്ട് ചെയ്യാവൂ, ഇല്ലെങ്കിൽ മാറ്റം ഉണ്ടാവില്ല. അപ്പൊ ചെറുപ്പക്കാരുടെ ഇമാജിനേഷനെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന നേതൃത്വം നമുക്കും വേണം എന്നൊരു പാഠം മുഖ്യധാര പാർട്ടികൾ മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.